നമസ്കാരം, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ എസ് ജെ ഫാമിലി. ഹാപ്പി കുക്കിംഗ് ആൻഡ് ഫൺ വിത്ത് us. ഇന്ന് സെപ്റ്റംബർ 3 ട്യൂസ്ഡേ ആണ് കേട്ടോ. നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് നമ്മുടെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്കും പ്രിയപ്പെട്ട എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ 3 ദിവസമായിട്ട് നമ്മുടെ യൂട്യൂബ് ചാനലിൽ നമ്മൾ വീഡിയോസ് ഒന്നും അപ്ലോഡ് ചെയ്തിട്ടില്ല കേട്ടോ. ഞാൻ നല്ല തിരക്കിലായി പോയി, അതുകൊണ്ടാണ് വീഡിയോസ് ഒന്നും അപ്ലോഡ് ചെയ്യാതിരുന്നത് കേട്ടോ. അങ്ങനെ 3 ദിവസത്തിന് ശേഷം നമ്മൾ വീണ്ടും തിരികെ വന്നിരിക്കുകയാണ്. ഞാനിന്ന് വന്നിട്ടുള്ളത് വെറൈറ്റി ആയിട്ടുള്ള ഒരു റൈസിൻ്റെ വീഡിയോയുമായിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത് കേട്ടോ. ഞാനിന്ന് ഇവിടെ ഉണ്ടാക്കാനായിട്ട് പോകുന്നത് വൈറ്റ് കളറിലുള്ള പ്ലെയിൻ കുസ്ക റൈസാണ് ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ആ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോസ് കാണുന്ന ആരെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ഞങ്ങളുടെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരാണെന്ന് നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും അതേപോലെ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് ഞങ്ങളൊന്ന് സപ്പോർട്ടും കൂടെ ചെയ്യണേ കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കിടന്നാലോ. ഞാനിന്ന് വന്നിട്ടുള്ളത് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന, മക്കൾക്കൊക്കെ സ്കൂളിലേക്കായാലും അതേപോലെ ജോലിക്ക് പോകുന്നവർക്കൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കി കൊണ്ടുപോകാനും അതേപോലെ നമ്മൾക്കായാലും വീട്ടിലൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കി കഴിക്കാൻ പറ്റുന്ന വെറൈറ്റി ആയിട്ടുള്ള റൈസിൻ്റെ വീഡിയോയുമായിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത് കേട്ടോ. ഞാനിന്ന് ഇവിടെ ഉണ്ടാക്കാനായി പോകുന്നത് വൈറ്റ് പ്ലെയിൻ കുസ്ക റൈസാണ് ഞാനിന്നിവിടെ ഉണ്ടാക്കാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് പ്ലെയിൻ കുസ്ക റൈസ് ഉണ്ടാക്കാനായിട്ട് നമുക്ക് 2 കപ്പ് ബസുമതി അരിയാണ് കേട്ടോ വേണ്ടത്. ഇതേപോലെ കപ്പിലാണ് ഞാനിവിടെ ബസുമതി അരി എടുത്തിരിക്കുന്നത് കേട്ടോ. ഇതേപോലെ കപ്പില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വീട്ടിലൊക്കെ ഉപയോഗിക്കുന്ന ഏതെങ്കിലും ഗ്ലാസ്സിൽ 2 ഗ്ലാസ് ബസുമതി അരി ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഇതേപോലെ കപ്പിൽ ബസുമതി അരി എടുത്തു എന്നേ ഉള്ളൂ കേട്ടോ. ഏതെങ്കിലും ഗ്ലാസ്സിൽ വീട്ടിൽ ഉപയോഗിക്കുന്ന ഏതെങ്കിലും ഗ്ലാസ്സിൽ 2 ഗ്ലാസ് ബസുമതി ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്ത് നമുക്കിതൊന്ന് 2-3 പ്രാവശ്യം വെള്ളം ഒഴിച്ച് നല്ലപോലെ നമുക്കൊന്ന് കഴുകി എടുത്തിട്ട് വരാം. അങ്ങനെ അതാ നമ്മൾ എടുത്തിരുന്ന അരി നല്ലപോലെ ഒന്ന് കഴുകി എടുത്തിട്ടുണ്ട് കേട്ടോ. 2-3 പ്രാവശ്യം നല്ലപോലെ നമ്മൾ വെള്ളം ഒഴിച്ച് കഴുകി എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് കൊടുത്ത് നമുക്കൊരു 10 മിനിറ്റ് മുതൽ 15 മിനിറ്റ് വരെ നമുക്ക് ഈ അരി ഒന്ന് കുതിർക്കാനായിട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ, അത് കുതിർന്ന് വരട്ടെ. അപ്പോഴേക്കും നമുക്ക് ഒരു മിക്സി ജാറിലേക്ക് ഒരു ചെറിയ പീസ് ഇഞ്ചി തൊലിയെല്ലാം കളഞ്ഞ് നന്നായി കഴുകിയെടുത്ത ശേഷം ചെറുതാക്കി മുറിച്ചത് ഒരു മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഈ ഒരു വലിപ്പത്തിലുള്ള ഇഞ്ചിയാണ് എടുത്തിരിക്കുന്നത്. അത് ഞാനെന്താ തൊലിയെല്ലാം കളഞ്ഞ് നന്നായി കഴുകിയെടുത്ത ശേഷം ചെറുതാക്കി മുറിച്ച് മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുത്തു കേട്ടോ. ഇനി അതിലേക്ക് 10 അല്ലി വെളുത്തുള്ളിയാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. 10 അല്ലി വെളുത്തുള്ളി തൊലിയെല്ലാം കളഞ്ഞ ശേഷം ചെറുതാക്കി മുറിച്ചതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അതാ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചെറുതാക്കി മുറിച്ചത് ഇട്ട് കൊടുത്തു. ഇനി അതിലേക്ക് 4 ഗ്രാമ്പ് ചേർത്ത് കൊടുക്കാം. 4 ഗ്രാമ്പും 2 ചെറിയ പീസ് കറുവാപ്പട്ടയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് 3 ഏലക്കയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഏലക്ക 3 ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ 1 കൈപ്പിടി അളവ് പുതിനയിലയും അതേപോലെ 1 കൈപ്പിടി അളവ് മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്ത് ശേഷം അതിലേക്ക് 2 ചെറിയ പച്ചമുളകും കൂടെ നന്നായി കഴുകിയെടുത്ത ശേഷം അതും ചെറുതാക്കി മുറിച്ച് മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അങ്ങനെ ഇതാ പുതിനയിലയും മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്തു. ഇനി അതിൻ്റെ കൂടെ പച്ചമുളക് കണ്ട ചേർത്ത് കൊടുക്കുന്നത് 2 പച്ചമുളക് ഞാനതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. അങ്ങനെ ഇതാ പച്ചമുളക് കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇനി നമുക്കിതെല്ലാം കൂടെ ഒന്ന് ചതച്ചെടുത്തിട്ട് വരാം. ഒരു 1-2 പൾസ് ചെയ്യുമ്പോഴേക്കും നമുക്ക് ഇതേപോലെ ഒന്ന് ചതഞ്ഞ് കിട്ടും. ഇനി അതിലേക്ക് 1/4 ഗ്ലാസ് വെള്ളവും കൂടെ ഒഴിച്ച് കൊടുത്ത് നമുക്ക് പേസ്റ്റ് രൂപത്തിലൊന്ന് അരച്ചെടുത്തിട്ട് വരാം. ആദ്യം ഇതേപോലെ 1-2 പൾസ് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് ചതച്ചെടുക്കുക കേട്ടോ. അതിനുശേഷം 1/4 ഗ്ലാസ് വെള്ളവും കൂടെ ഒഴിച്ച് കൊടുത്ത് നമുക്ക് പേസ്റ്റ് രൂപത്തിലൊന്ന് അരച്ചെടുത്തിട്ട് വരാം. അങ്ങനെ ഇതാ നല്ലപോലെ ഒന്ന് പേസ്റ്റ് രൂപത്തിലൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് റൈസ് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അതിനായിട്ട് ഞാനിവിടെ ഒരു കുക്കർ ചൂടാക്കാനായി വെച്ചിട്ടുണ്ട് കേട്ടോ. കുക്കർ ചൂടായി വന്നതും അതിലേക്ക് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും 1 ടേബിൾ സ്പൂൺ നെയ്യുമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്.
അങ്ങനെ അതാ നമ്മൾ ചേർത്ത് കൊടുത്ത സൺഫ്ലവർ ഓയിലും നെയ്യും എല്ലാം ചൂടായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് കാഷ്യൂ നട്ട്സ് നമുക്കൊന്ന് വറുത്ത് കോരി മാറ്റി വയ്ക്കാം. ഞാനിവിടെ 10 കാഷ്യൂ നട്ടാണ് എടുത്തിരിക്കുന്നത്. അത് ഞാനതാ ചൂടായിട്ടുള്ള ആ കുക്കറിലേക്ക് ഇട്ട് കൊടുത്ത് ആ നെയ്യിലും നല്ലപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്ത് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ എന്തിനാ ഈ കാഷ്യൂ നട്ട്സ് ചേർത്ത് കൊടുക്കുന്നതെന്ന് വെച്ചാൽ കാണാൻ നല്ലൊരു ഭംഗിയും ഉണ്ടാവും നമ്മൾ ഉണ്ടാക്കുന്ന റൈസ്. അതേപോലെ തന്നെ നമ്മൾ ഉണ്ടാക്കുന്ന റൈസിന് നല്ലൊരു ടേസ്റ്റ് കിട്ടാനുമാണ് നമ്മളിവിടെ കാഷ്യൂ നട്ട്സ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. റോസ്റ്റഡ് കാഷ്യൂ നട്ട്സ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. ഗ്യാസിൻ്റെ ഫ്ലെയിം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് കാഷ്യൂ നട്ട്സ് നല്ലപോലെ ഒന്ന് വറുത്തെടുക്കാം. കരിഞ്ഞു പോവാതെ കാഷ്യൂ നട്ട്സ് ഗോൾഡൻ ബ്രൗൺ ആയി വരുന്നവരെ നമുക്കൊന്ന് വറുത്തെടുക്കാം. അങ്ങനെ അതാ കാഷ്യൂ നട്ട്സ് എല്ലാം ഗോൾഡൻ ബ്രൗൺ ആയി വന്നിട്ടുണ്ട്, നല്ലപോലെ വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. അങ്ങനെ അതാ കാഷ്യൂ നട്ട്സ് എല്ലാം വറുത്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അതേ ചൂടായിട്ടുള്ള കുക്കറിലേക്ക് നമുക്ക് 2 ചെറിയ പീസ് പട്ട, 1 ബേ ലീഫ്, 4 ഗ്രാമ്പ്, 4 ഏലക്ക, 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം, 1 ടീസ്പൂൺ കസ്കസും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഒരു മിനിറ്റ് വരെ നമുക്ക് എല്ലാം കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. അങ്ങനെ അതാ വഴറ്റിയെടുത്തിട്ടുണ്ട്. ഗ്യാസിൻ്റെ ഫ്ലെയിം മീഡിയം ഫ്ലെയിമിലാണ് കേട്ടോ നമ്മളിവിടെ വെച്ചിരിക്കുന്നത്. ഇനി അതിലേക്ക് 10 ചെറിയ ഉള്ളി തൊലിയെല്ലാം കളഞ്ഞ് നന്നായി കഴുകിയെടുത്ത ശേഷം അതും ചെറുതാക്കി മുറിച്ചത് ആ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ എന്താ ഈ റൈസിൽ ചെറിയ ഉള്ളി ചേർത്ത് കൊടുത്തതെന്ന് വെച്ചാൽ നമ്മൾ ഉണ്ടാക്കുന്ന റൈസ് നല്ല ടേസ്റ്റ് കിട്ടാനാണ് നമ്മളിവിടെ ചെറിയ ഉള്ളി 10 എണ്ണം ചേർത്ത് കൊടുത്തത് കേട്ടോ. ഇനി അതിൻ്റെ കൂടെ തന്നെ ഒരു മീഡിയം സൈസ് സവോള തൊലിയെല്ലാം കളഞ്ഞ് അത് നന്നായി കഴുകിയെടുത്ത ശേഷം നീളത്തിൽ മുറിച്ചതും കൂടി ഇട്ട് കൊടുക്കാം. അങ്ങനെ അതാ സവോളയും കൂടി ഇട്ട് കൊടുത്തു കേട്ടോ. ഇനി അതിൻ്റെ കൂടെ നമ്മൾ എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ പേസ്റ്റ് അരച്ചെടുക്കുന്ന സമയത്ത് പച്ചമുളക് 2 ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ഈ സവോള വഴറ്റിയെടുക്കുന്ന സമയത്ത് അതിലേക്ക് ഒരു പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ ഒരു പച്ചമുളക് നന്നായി കഴുകി വെച്ച അതും ഒന്ന് മുറിച്ചെടുത്ത് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതിൻ്റെ കൂടെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് നമുക്ക് ഈ സവോള നല്ലപോലെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഗ്യാസിൻ്റെ ഫ്ലെയിം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് സവോള ഗോൾഡൻ ബ്രൗൺ ആയി വരുന്നവരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. അങ്ങനെ ഇതാ സവോളയുടെ കളറെല്ലാം ഒന്ന് മാറി വരുന്നുണ്ട്, ഗോൾഡൻ ബ്രൗൺ ആയി വരുന്നുണ്ട്. ഈ സമയത്ത് സവാളയും കൂടെ ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒരു 5 മിനിറ്റ് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. അതിനുശേഷം അതിലേക്ക് ഗ്യാസിൻ്റെ ഫ്ലെയിം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് 5 മിനിറ്റ് സവോള നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോഴത്തേക്ക് നമ്മുടെ സവോളയെല്ലാം ഗോൾഡൻ ബ്രൗൺ കളറിൽ വന്നോളും. അതിനുശേഷം അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ആ അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും പട്ട, ഗ്രാമ്പ്, ഏലക്ക, മല്ലിയില, പുതിനയില, പച്ചമുളക് ഇതെല്ലാം കൂടെ നമ്മൾ പേസ്റ്റ് രൂപത്തിലൊന്ന് അരച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അരപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ഇതിൻ്റെ പച്ചമണം ഒന്ന് മാറി വന്നവരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഒരു 5 മിനിറ്റ് നേരം ഗ്യാസിൻ്റെ ഫ്ലെയിം മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. അങ്ങനെ അതിൻ്റെ പച്ചമണം എല്ലാം ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നന്നായി പഴുത്ത തക്കാളി 1 എണ്ണം നന്നായി കഴുകിയെടുത്ത ശേഷം അതും ചെറുതാക്കി മുറിച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ മീഡിയം വലിപ്പത്തിലുള്ള ഒരു തക്കാളിയാണ് കേട്ടോ ഇവിടെ ചേർത്ത് കൊടുത്തത്. തക്കാളിയും കൂടെ ചേർത്ത് കൊടുത്ത ശേഷം നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. തക്കാളിയെല്ലാം ഒന്ന് വെന്തുടഞ്ഞ് വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഒരു 5 മിനിറ്റ് നേരം തക്കാളിയും കൂടെ ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. തക്കാളിയെല്ലാം നല്ലപോലെ വെന്തുടഞ്ഞ ശേഷം അതിലേക്ക് നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ബസുമതി അരിയും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. വെള്ളമെല്ലാം കളഞ്ഞ ശേഷം നമ്മൾ നേരത്തെ ബസുമതി 2 ഗ്ലാസ് കുതിർക്കാനായി മാറ്റി വെച്ചിരുന്നു. വെള്ളം പൊഴിച്ച് കുതിർക്കാനായി മാറ്റി വെച്ചിരുന്നു. അതിൻ്റെ വെള്ളമെല്ലാം കളഞ്ഞ ശേഷം നമുക്ക് ആ ബസുമതി അരി ഈ കുക്കറിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് വറുത്തെടുക്കാം. ഒരു
ഒരു 3 മിനിറ്റ് വരെ നല്ലപോലെ ഇതേപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. അങ്ങനെ ബസുമതി അരിയും കൂടി ചേർത്ത് കൊടുത്ത് 3 മിനിറ്റ് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുത്ത ശേഷം അതിലേക്ക് ഞാനിവിടെ 1 കപ്പ് തേങ്ങാപ്പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. അതിന് പകരമായിട്ട് സാധാരണ പച്ചവെള്ളവും ചേർത്ത് കൊടുത്താൽ മതിയാവും. ഞാനിവിടെ 1 കപ്പ് തേങ്ങാപ്പാലും 2 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. 3 കപ്പ് മുഴുവനായിട്ട് വെള്ളം തന്നെ ചേർത്ത് കൊടുത്താലും മതിയാവും. പക്ഷേ തേങ്ങാപ്പാലും കൂടെ ചേർത്ത് കൊടുക്കണമെങ്കിൽ നമ്മൾ ഉണ്ടാക്കുന്ന റൈസിന് നല്ലൊരു ടേസ്റ്റ് കിട്ടും കേട്ടോ. കുറച്ചുകൂടെ നല്ലൊരു കൂടുതൽ ടേസ്റ്റ് കിട്ടും. അതുകൊണ്ടാണ് ഞാനിവിടെ 1 കപ്പ് തേങ്ങാപ്പാലും 2 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ച് കൊടുക്കുന്നത് കേട്ടോ. തേങ്ങാപ്പാൽ വേണം നിർബന്ധമൊന്നുമില്ല. 3 കപ്പ് മുഴുവനായിട്ടും വെള്ളം തന്നെ ചേർത്ത് കൊടുത്താലും മതിയാവും. അങ്ങനെ 1 കപ്പ് തേങ്ങാപ്പാലും 2 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ച് കൊടുത്തു. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. നമുക്ക് എത്രയാണോ ഉപ്പ് ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അങ്ങനെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത ശേഷം നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഉപ്പ് എല്ലാ ഭാഗത്തും എത്തുന്ന പോലെ നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നാരങ്ങ നീരാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ ഒരു ചെറിയ നാരങ്ങയുടെ പകുതി മുഴുവനായിട്ടും ഇതിലേക്ക് അതിന് ജ്യൂസ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് നാരങ്ങ നീരും കൂടി ചേർത്ത് കൊടുത്ത ശേഷം നല്ലപോലെ നമുക്കതൊന്ന് ഇളക്കി കൊടുക്കാം. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ എല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് കുക്കറിൻ്റെ മൂടി ഇടുന്നൊന്ന് അടച്ച് വെച്ചിട്ട് ഗ്യാസിൻ്റെ ഫ്ലെയിം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു വിസിൽ വരുന്നവരെ നമുക്കിതൊന്ന് വേവിച്ചെടുത്തിട്ട് വരാം. അങ്ങനെ ഒരു വിസിൽ വരുന്നവരെ നമ്മളൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം ഗ്യാസിൻ്റെ ഫ്ലെയിം ഓഫ് ആക്കിയ ശേഷം നമുക്കിതിൻ്റെ വിസിലെല്ലാം ഒന്ന് ഇതേപോലെ ഒന്ന് എടുത്തു വിടാം. അല്ലെങ്കിൽ അതിൻ്റെ ചൂട്ടിൽ തന്നെ നമ്മൾ ചേർത്ത് കൊടുത്ത അരിയെല്ലാം ഒരുപാട് വെന്ത് കുഴഞ്ഞു പോവും, പായസം പോലെ ആയിപ്പോവും, കഞ്ഞി പോലെ ആയിപ്പോവും. അതുകൊണ്ട് അങ്ങനെയൊന്നും ആവാതിരിക്കാനാണ് നമ്മളിവിടെ ആ വിസിലെല്ലാം ഇതേപോലെ ഒരു തവി കൊണ്ട് എടുത്തു വിടുന്നത് കേട്ടോ. എടുത്തു വിട്ടില്ലെങ്കിൽ അതിൻ്റെ ചൂട് കൊണ്ട് തന്നെ അതിൻ്റെ വിസിലെല്ലാം പോകുന്നവരെ കാത്തിരുന്നാൽ നമ്മുടെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ആ റൈസ് കുഴഞ്ഞു പോവും, ഒരുപാട് വെന്ത് കുഴഞ്ഞു പോവും. അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ ഇവിടെ ഒരു വിസിലെടുത്ത് വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അത്രയും വേവ് നമുക്കിവിടെ കറക്റ്റ് പാകമാണ്. അതുകൊണ്ടാണ് നമ്മളിവിടെ വിസിലെടുത്ത് വിട്ടത് കേട്ടോ. എടുത്ത് വിട്ട ശേഷം ഞാനിതാ തുറന്ന് കാണിക്കുന്നുണ്ട്. നല്ല പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ റൈസ് കുക്കായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഞാനിവിടെ ഒരു വിസിൽ വെന്ത ശേഷം ഗ്യാസിൻ്റെ ഫ്ലെയിം ഓഫാക്കിയതും അതിൻ്റെ വിസിലൊന്ന് എടുത്തു വിടാൻ പറഞ്ഞത് കേട്ടോ. ഒരു സ്പൂൺ കൊണ്ടോ അല്ലെങ്കിൽ ഒരു കയ്യിൽ കൊണ്ടോ തവി കൊണ്ടോ ഇതേപോലെ ഒന്ന് പൊക്കി കൊടുത്താൽ അതിൻ്റെ വിസിലെല്ലാം ഒന്ന് പോയി കിട്ടും. അതിന് ശേഷം നമുക്ക് കുക്കറിൻ്റെ മൂടി ഒന്ന് തുറന്ന ശേഷം അതിലേക്ക് നമുക്ക് കുറച്ച് ചെറുതാക്കി മുറിച്ചെടുത്തുള്ള കുറച്ച് മല്ലിയിലയും അതേപോലെ നമ്മൾ നെയ്യിൽ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള കാഷ്യൂ നട്ട്സ് അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ അതിൻ്റെ മുകളിലേക്കായിട്ട് 1 ടീസ്പൂൺ നെയ്യും കൂടെ ഇതേപോലെ ഒന്ന് എല്ലാ ഭാഗത്തും എത്തുന്ന പോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക, ഒന്ന് ഒഴിച്ച് കൊടുക്കുക. 1 ടീസ്പൂൺ നെയ്യും കൂടെ ഒഴിച്ച് കൊടുത്തു കേട്ടോ. ഇനി ഇതൊന്ന് ഒരു 5 മിനിറ്റ് നമുക്കിതൊന്ന് അടച്ച് വയ്ക്കാം. നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുന്ന ആ നെയ്യും അതേപോലെ ആ മല്ലിയിലയുടെയും അതേപോലെ തന്നെ ആ കാഷ്യൂ നട്ട്സിൻ്റെയും ഫ്ലേവറെല്ലാം അതിൻ്റെ ഉള്ളിലേക്കൊന്ന് ഇറങ്ങാനായിട്ട് നമുക്കൊരു 5 മിനിറ്റ് ഇതൊന്ന് അടച്ച് വയ്ക്കാം. അങ്ങനെ 5 മിനിറ്റ് ശേഷം ഞാൻ തുറന്നിട്ടുണ്ട് കേട്ടോ. നല്ല മണമാണ് നമ്മുടെ ഇപ്പോൾ റൈസിന്. നമ്മൾ ചൂടോട് കൂടെ തന്നെ അതിന് മുകളിലേക്കായിട്ട് ഒരല്പം 1 ടീസ്പൂൺ നെയ്യും കൂടെ ഒഴിച്ച് കൊടുത്തപ്പോൾ നമ്മുടെ റൈസ് നല്ല ടേസ്റ്റായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള വൈറ്റ് പ്ലെയിൻ കുസ്ക റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. വെജിറ്റബിൾസ് ഒന്നും ചേർക്കാതെ സാധാരണ ചേരുവകൾ കൊണ്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള റൈസാണ് കേട്ടോ ഇത്. മക്കൾക്ക് സ്കൂളിലേക്ക് ലഞ്ചായിട്ട് കൊണ്ടുപോകാനും അതേപോലെ തന്നെ ജോലിക്ക് പോകുന്നവർക്കൊക്കെ പെട്ടെന്ന്
പെട്ടെന്ന് ഉണ്ടാക്കി കൊണ്ടുപോകാൻ പറ്റിയിട്ടുള്ള നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള റൈസാണ് കേട്ടോ ഇത്. അതേപോലെ ഇനി വീട്ടിൽ നോൺ വെജ് ഒക്കെ എടുക്കുമ്പോൾ ചിക്കനോ ബീഫോ അതേപോലെ തന്നെ മട്ടനൊക്കെ എടുക്കുമ്പോൾ ഇതേപോലെ വൈറ്റ് പ്ലെയിൻ റൈസ് കുസ്ക റൈസ് ഉണ്ടാക്കി നോക്കട്ടോ, തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടാവും. ഇതാണ് കേട്ടോ ഞാൻ ഇന്ന് എൻ്റെ മക്കൾക്ക് സ്കൂളിലേക്ക് ലഞ്ചായിട്ട് കൊടുത്തു വിട്ടത്. ഈ വൈറ്റ് പ്ലെയിൻ കുസ്ക റൈസും അതിൻ്റെ കൂടെ വെജിറ്റബിൾ കുർമയും അതിൻ്റെ കൂടെ തന്നെ ഓണിയൻ കേർഡ് സാലഡുമാണ് ഞാൻ എൻ്റെ മക്കൾക്ക് ഇന്ന് സ്കൂളിലേക്ക് ലഞ്ചായിട്ട് കൊടുത്തു വിട്ടത് കേട്ടോ. ഇനിയിപ്പോൾ മക്കൾക്ക് സ്കൂളുള്ള സമയത്ത് എണീക്കാൻ ലേറ്റായാൽ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് പെട്ടെന്ന് തന്നെ ഈ റൈസ് ഉണ്ടാക്കി എടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. വെജിറ്റബിൾസ് ഒന്നും ഇല്ലെങ്കിലും വീട്ടിലുള്ള സാധാരണ ചേരുവകൾ കൊണ്ട് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള റൈസാണ് കേട്ടോ ഇത്. മക്കൾക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടമാവും. മക്കൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുക കേട്ടോ, തീർച്ചയായിട്ടും അവർക്ക് ഇഷ്ടമാവും. അതേപോലെ വീട്ടിൽ കാര്യങ്ങൾക്ക് ഗസ്റ്റൊക്കെ വന്നാൽ അവർക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുക കേട്ടോ, തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടമാവും. ജോലിക്ക് പോകുന്നവർക്കായാലും പെട്ടെന്നൊക്കെ ഉണ്ടാക്കി കൊണ്ടുപോകാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള റൈസാണ് കേട്ടോ ഇത്. കാഷ്യൂ നട്ട്സും അതേപോലെ തന്നെ തേങ്ങാപ്പാലൊക്കെ ചേർത്തിട്ടുള്ള നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള റൈസാണ് കേട്ടോ ഇത്. വെജിറ്റബിൾസിൻ്റെ ഒന്നും ആവശ്യമായിട്ടേ ഇല്ല, അതൊന്നും ചേർക്കാതെ തന്നെ നമുക്ക് നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ട് വൈറ്റ് പ്ലെയിൻ കുസ്ക റൈസ് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അങ്ങനെ നമ്മുടെ ഇന്നത്തെ ഈ ഐറ്റം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. വൈറ്റ് പ്ലെയിൻ കുസ്ക റൈസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ വീട്ടിലുണ്ടാക്കി നോക്കുക കേട്ടോ. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താണെങ്കിലും ഒപ്പീനിയൻ എന്താണെങ്കിലും എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സുകളൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ കമൻറ്റ് ബോക്സിൽ അറിയിച്ചാൽ മതി കേട്ടോ, ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. അതേപോലെ തന്നെ ഞങ്ങളുടെ വീഡിയോസ് എല്ലാം കണ്ടിട്ട് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും അതേപോലെ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് ഞങ്ങളൊന്ന് സപ്പോർട്ടും കൂടെ ചെയ്യണേ കേട്ടോ. ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അതിലൊരു ബെല്ലൈക്കൺ കാണും. ആ ബെല്ലൈക്കനോട് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ അതിൽ ഓൾ എന്ന ഓപ്ഷനും കൂടെ കാണും കേട്ടോ. ഓൾ എന്ന ഓപ്ഷനും കൂടെ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ ഞാൻ ഓരോ ദിവസവും ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ എല്ലാം നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈലിൽ കിട്ടുന്നതായിരിക്കും കേട്ടോ. അങ്ങനെ നമ്മുടെ ഇന്നത്തെ ഈ ഐറ്റം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ വീട്ടിൽ ഉണ്ടാക്കി നോക്കുക കേട്ടോ, തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടമാവും. മക്കൾക്കൊക്കെ സ്കൂളിലേക്ക് പെട്ടെന്ന് ഉണ്ടാക്കി കൊണ്ടുപോകാനും അതേപോലെ തന്നെ ജോലിക്ക് പോകുന്നവർക്കായാലും പെട്ടെന്നൊക്കെ ഉണ്ടാക്കി കൊണ്ടുപോകാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള റൈസാണ് ഇത്. തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ ഇനി അടുത്ത വീഡിയോയുമായിട്ട് എല്ലാവരെയും വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ. എല്ലാവരും ഹെൽത്തി ആയിട്ടിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക. അടുത്ത വീഡിയോയുമായിട്ട് എല്ലാവരെയും വീണ്ടും കാണാം കേട്ടോ. അതുവരെ എല്ലാവർക്കും ടാറ്റാ. Thanks for watching. Subscribe our channel and support us.